കാസർഗോഡ് കാറെടുക്കയിലെ CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിലെ തട്ടിപ്പിൽ ഈ തട്ടിപ്പ് നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മുഖ്യപ്രതികളെ ഇതുവരെയും പിടികൂടാൻ പോലീസിന്റെ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതിന് സാധിച്ചിട്ടില്ല. ഒപ്പം ഈ തട്ടിപ്പിൽ പണം നഷ്ടമായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും അത്തരത്തിൽ സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ടോ എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാറെടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്കാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച തുക പോലും നഷ്ടമായിരിക്കുന്നത് അല്ലേ? തീർച്ചയായും KP, കോടികളുടെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതിയെ അടക്കം ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വ്യാപക പ്രതിഷേധമാണ് കാസർഗോഡ് കാറെടുക്ക സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഇതിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗവും മുഖ്യ പ്രതിയായ ബാങ്ക് സെക്രട്ടറിയുമായ K രതീഷിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ അയാളുടെ സുഹൃത്തായ കണ്ണൂർ താണ ജബ്ബാർ എന്നിവർക്കായി ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം അന്വേഷണം ഊർജിതമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണക്കാരായ ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് മറ്റ് നിക്ഷേപത്തിനായി ഇത്തരത്തിൽ സമ്പാദ്യത്തിനായി നിക്ഷേപിച്ച തുകകൾ അടക്കം തിരിച്ചു ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടാകുന്നു. കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ 4,76,00,000 രൂപയുടെ തട്ടിപ്പാണ് ഈ സൊസൈറ്റിയിൽ നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻഡോസൾഫാൻ ദുരിതബാധിതയായ മുണ്ടോളിലെ ലക്ഷ്മി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. ഒപ്പം ഈ പണം എങ്ങനെ കൈമാറും, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഈ സൊസൈറ്റി നൽകുന്നുണ്ടോ? ഉറപ്പ് നൽകിയാൽ പോലും ഈ അന്വേഷണം നടക്കുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള ഒരു ആശങ്കയും സ്വാഭാവികമായും നിക്ഷേപകർക്കുണ്ടല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതയായ മുണ്ടോൾ സ്വദേശിനി ലക്ഷ്മി ഇന്നലെയാണ് ബാങ്കിൽ തന്റെ ആവശ്യത്തിന് വേണ്ടി, നമുക്കറിയാം എൻഡോസൾഫാൻ ബാധിതയാണ് വീട്ടിലുള്ളത്. അത്തരത്തിൽ ബാങ്കിൽ പോയി താൻ നിക്ഷേപിച്ച, അതായത് നിക്ഷേപകരുടെ തുക, അവരുടെ നിക്ഷേപിച്ച തുകയായ 1,00,000 രൂപ എടുക്കാൻ ബാങ്കിൽ പോകുമ്പോഴാണ് നിക്ഷേപകർ ഇത്തരത്തിലുള്ള തുക ഇപ്പോൾ അന്വേഷണം നടക്കുന്നതിനാൽ ഈ തുക തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. തുടർന്ന് ലക്ഷ്മി വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അവർ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. അവരുടെ കയ്യിൽ ഈ ബാങ്ക് നൽകിയ തുക എന്ന് പറയുന്നത് 5,000 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ തുക തിരിച്ചു നൽകും എന്ന ചോദ്യത്തിന് ബാങ്കിലെ അധികൃതർ മറുപടി പറഞ്ഞത് ഉടൻ തന്നെ പണം തിരികെ നൽകാം എന്ന ഒരു കാര്യമാണ് പറഞ്ഞത് എന്നാണ് ലക്ഷ്മി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ പണം തിരിച്ചു കൊടുക്കുക എന്നൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കാറെടുക്കയിലെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട്, ഈ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPMനെ സംരക്ഷിക്കുവാനുള്ള ഒരു നയം സ്വീകരിക്കുന്നതായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അടക്കം അല്ലെങ്കിൽ നാട്ടുകാരടക്കം വലിയൊരു രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് KP. സാധാരണക്കാരുടെ നിക്ഷേപ തുകയാണ് ഈ ബാങ്കിലുള്ളത്. സാധാരണക്കാർ അവരുടെ സമ്പാദ്യത്തിനായി, അതായത് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദ്യത്തിന് വേണ്ടി നിക്ഷേപിച്ച തുക, ആ തുക പോലും അവർക്ക് ലഭ്യമാവാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാസർഗോഡ് സൊസൈറ്റി ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് KP.